ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പങ്കുവഹിച്ച ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കാൻ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയും നാളും അമേഠിയിൽ നിന്ന് മത്സരിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്തവണ യു പിയിലെ അമേഠി അത്ര സേഫ് അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ ഓടിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതിനൊപ്പം തന്നെ അമേഠിയിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ സ്മൃതി ഇറാനിയോട് തോൽക്കുകയായിരുന്നു. അതിനുശേഷം ഉത്തർപ്രദേശിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും രാഹുൽ ഗാന്ധി ഇതുവരെ തയ്യാറായിട്ടില്ല. സമാനമായ നീക്കമാണ് പ്രിയങ്കയും കേൾക്കാൻ പോകുന്നത്. സോണിയാഗാന്ധി ഇത്രയും നാളും മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന റായ്ബറയിൽ അവർ ഇത്തവണ മത്സരിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അവരിപ്പോൾ രാജ്യസഭയിൽ നിന്ന് MP ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം പ്രിയങ്ക റായ്ബറയിൽ മത്സരിക്കുമോ, അമ്മയ്ക്ക് പകരം മത്സരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർണാടകയിലോ തെലങ്കാനയിലോ ഒക്കെ തന്നെ എവിടെയെങ്കിലും ഒരു സേഫ് ആയ സീറ്റ് നോക്കി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചില സർവേകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട്. ഇനി അമേഠിയിൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ BJP ആയുധമാക്കും എന്ന് വ്യക്തമായതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളെ, ഗാന്ധി കുടുംബത്തിന്റെ പുറത്തു നിന്ന് ഒരാളെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നുണ്ട്. പുറത്തു നിന്ന് എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, ഈ ഗാന്ധി കുടുംബത്തിന്റെ മരുമകനായ റോബർട്ട് വാദ്ര ആയിരിക്കും ഇത്തവണ അമേഠിയിൽ മത്സരിച്ചേക്കുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മത്സരിക്കാൻ റോബർട്ട് വാദ്ര താല്പര്യം അറിയിച്ചതായാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. അമേഠിയിൽ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സിറ്റിംഗ് MP സ്മൃതി ഇറാനിയുമായ ഭരണത്തിൽ അമേഠി വീഴ്പ്പുമുട്ടുകയാണെന്നുമാണ് റോബർട്ട് വാദ്രയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്ന് സിറ്റിംഗ് MPയെ ജനം മടുത്തുവെന്നും റോബർട്ട് വാദ്ര നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റോബർട്ട് വാദ്രയുടെ ഈ ഒരു പ്രതികരണം ഉണ്ടാകുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ റോബർട്ട് വാദ്രയെ പ്രതിഷ്ഠിക്കുന്നത് കോൺഗ്രസ് കുടുംബത്തിന്റെ ഒരു ഒളിച്ചോട്ടത്തിന്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയമോ തോൽവിയോ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ BJPക്കെതിരെ ഉത്തരേന്ത്യൻ മണ്ണിൽ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ മത്സരിക്കാനുണ്ട് എന്ന് പറയാൻ ഒരു പരാജയ ഭീതി ഇല്ലാതെ പോരാടാൻ ഒരു നീക്കം രാഹുൽ ഗാന്ധി നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും UDF സ്ഥാനാർത്ഥികളിൽ നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള വയനാട് മത്സരത്തിൽ തന്നെ വീണ്ടും രാഹുൽ ഗാന്ധി എത്തിയതിന്റെ പിന്നിൽ ഉദ്ദേശം ഉത്തർപ്രദേശിലോ ഇല്ലെങ്കിൽ ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോ നിന്നാൽ ജയിക്കില്ല, പച്ച തൊടില്ല എന്നതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും അമേഠിയിൽ കോൺഗ്രസിന്റെ മരുമകനായ റോബർട്ട് വാദ്ര മത്സരിക്കും എന്ന കാര്യം ഉറപ്പാകുകയാണെങ്കിൽ ഇനി എന്താണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം അടുത്തിടെയാണ് ഈ പറയുന്ന റോബർട്ട് വാദ്ര പ്രധാന പ്രതിയായ ഒരു കേസിലെ ആ കമ്പനി തന്നെ BJPക്ക് പണം കൊടുത്തുകൊണ്ട് കേസ് ഒഴിവാക്കാനും ഇല്ലെങ്കിൽ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൊണ്ട് കേസിൽ നിന്ന് ഊരി വരാനും ഒക്കെ ശ്രമിച്ചത് നമ്മൾ അടുത്തിടെ കണ്ടതാണ്. അതുകൊണ്ട് റോബർട്ട് വാദ്ര അമേഠിയിൽ നിൽക്കുന്നത് BJPയെ സംബന്ധിച്ച് ഒരു വലിയ ഭീഷണിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൃത്യമായ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടും എന്ന് പറയാനും കഴിയില്ല. അവിടെ ഒരിക്കൽ കൂടി സ്മൃതി ഇറാനിക്ക് ജയിക്കാനുള്ള വഴിയാണ് റോബർട്ട് വാദ്ര തുറന്നു വെക്കുന്നത് എന്ന കാര്യം സംശയമില്ല. എന്തായാലും ഉത്തരേന്ത്യയിൽ പേടിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് ഓടിയെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ അവസാന കണ്ണിയായാണോ ഇനി രാഹുൽ ഗാന്ധി അവസാനിക്കുക? അതിനൊപ്പം തന്നെ ഇനി പ്രിയങ്ക കൂടി ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഗാന്ധി കുടുംബം ഉത്തരേന്ത്യ പൂർണ്ണമായും വിട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് അമേഠിയിലെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. 2009 ഏറ്റവും അവസാനം സ്മൃതി ഇറാനി അവിടെ ജയിക്കുമ്പോൾ അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 4,68,514 വോട്ടുകളാണ്. അതായത് 49.71%. പോൾ ചെയ്ത വോട്ടുകളിൽ 49% വോട്ടുകൾ കിട്ടിയത് സ്മൃതി ഇറാനിക്കാണ്. അവിടെ രാഹുൽ ഗാന്ധി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 4,13,394 വോട്ടുകളാണ്. 43% വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പഴയ കണക്കൂടി നോക്കണം. 2014 രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 46% സ്മൃതി ഇറാനി 34% ഒതുങ്ങി രണ്ടാം സ്ഥാനത്തെത്തി. 2009 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ വോട്ടിംഗ് ശതമാനം 71% വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയ BSPയുടെ സ്ഥാനാർത്ഥി കിട്ടിയത് വെറും 14% വോട്ടുകൾ മാത്രമാണ്. മൂന്നാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി കിട്ടിയത് വെറും 5.81% വോട്ടുകൾ മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ 71% വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വളരെയധികം തിരിച്ചടി കിട്ടി. അവിടെ സ്മൃതി ഇറാനി ജയിച്ച് മുന്നോട്ട് കയറുമ്പോൾ രാഹുലിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 4,13,000 വോട്ടുകൾ മാത്രമാണെന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്ന ആ ഒരു അമേഠി എന്ന മണ്ഡലം
അത് BJPക്ക് സംഭാവന നൽകുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന റോബർട്ട് വാദ്രയും അത് തന്നെയായിരിക്കും ചെയ്യാൻ പോവുക. ഇനി അമേഠിക്ക് പുറമെ റായ്ബറേലിൽ സോണിയ മാറിയതോടുകൂടി അവിടെ പ്രിയങ്കയല്ല മത്സരിക്കുന്നതെങ്കിൽ ആ സീറ്റും ഇതോടുകൂടി BJPക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകളും BJP കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ കുടുംബം, ഗാന്ധി കുടുംബം നടത്തുന്ന ഒരു കളിയായിട്ട് വേണം റോബർട്ട് വാദ്രയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണാൻ.